നമ്മുടെ ജിൻഡോയും അൻഫിബയും തമ്മിലൊരു പ്രത്യേക ഒരു സ്നേഹം നിലനിൽപ്പുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് അവർ തമ്മിലുണ്ട്. അൻഫിബ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ജിൻഡപ്പൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് ജിൻഡപ്പനെ വെറുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അത് ഈ അൻഫിബ ജിൻഡോ ഇല്ലാത്തപ്പോഴും പലയിടത്തു നിന്ന് ഋഷിയോടും ശ്രീരേഖയോടും എല്ലാവരോടും പറയുന്നതും കേൾക്കുന്നുണ്ട്. അതുപോലെ ജിൻഡോയെ പറ്റിയുള്ള കുറ്റങ്ങൾ അൻഫിബയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ മുഖത്ത് നോക്കി തന്നെ, ജിൻഡോയുടെ മുഖത്ത് നോക്കി തന്നെ എല്ലാ കുറ്റങ്ങളും പറയും, ചീത്ത വിളിക്കും, വഴക്ക് പറയും, അങ്ങനെ പറ്റുന്ന കള്ളത്തരങ്ങളെല്ലാം തുറന്നു കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അന്നേരവും പറയും നിങ്ങളെ എനിക്കിഷ്ടമാണെന്ന് പറയും. അതുതന്നെയാണ് ഇപ്പോഴൊരു ലൈവിൽ സംഭവിച്ചത്. നമ്മുടെ രതീഷും ജിൻഡോയും അൻഫിബയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം രതീഷ് ചോദിക്കുന്നുണ്ട്, ജിൻഡോയ്ക്ക് എന്നെയാണോ ഇഷ്ടം അൻഫിബയാണോ ഇഷ്ടം എന്ന് ഇപ്പോൾ ചോദിക്കുമ്പം ജിൻഡോ പറയുന്നു എനിക്ക് അൻഫിബയാണ് ഇഷ്ടം എന്ന്. അപ്പം ജിൻഡോ പറയുന്നുണ്ട്, രതീഷ് പറയുന്നുണ്ട്, ജയിലിൽ കിടക്കുന്നപ്പം ഞാനേ ഉള്ളായിരുന്നു നിങ്ങളുടെ കൂടെ താരാട്ട് പാട്ടി ഉറക്കാൻ. അപ്പോൾ അൻഫിബ അന്നും ഈ AC റൂമിൽ കിടന്നുറങ്ങിയായിരുന്നു, അത് ഓർമ്മ വേണം എന്ന് പറയും. അപ്പം ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവളെന്നെ ഒത്തിരി ചീത്ത വിളിച്ച് അവസാനം പറയും നിങ്ങളെ എനിക്ക് വെറുക്കാൻ പറ്റില്ല, നിങ്ങളെ എനിക്ക് ഇഷ്ടമാണെന്നാലും എന്ന് പറയുമ്പം അതെൻ്റെ ചങ്കിലാണ് കൊള്ളുന്നത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അൻഫിബ പലപ്പോഴും ജിൻഡോയെ കുറ്റം പറയുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നിട്ടും പലയിടത്തും വെച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അങ്ങേരെ എനിക്ക് വെറുക്കാൻ ഇത്രയും നാളായിട്ടും പറ്റിയിട്ടില്ല എന്ന്. അതുപോലെ തന്നെയാണ് ജിൻഡോയ്ക്ക് അൻഫിബയോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. പലരുമായിട്ട് ഗെയിം കളിക്കുന്നെങ്കിൽ അൻഫിബയെ അങ്ങനെ ഗെയിമിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുകയോ അൻഫിബയായിട്ടൊരു നേരിട്ട് ഫൈറ്റിനൊന്നും ജിൻഡോ തയ്യാറായിട്ടുമില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അൻഫിബയുടെ സ്വഭാവം അങ്ങനെയാണ്. ജിൻഡോയും അൻഫിബയും ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ബോണ്ടുള്ള 2 പേര് ജിൻഡോയ്ക്ക് ഇപ്പം വന്നേക്കുന്ന രതീഷും പിന്നെ അൻഫിബയാണ്. രതീഷ് പോയി കഴിഞ്ഞാൽ, രതീഷ് ഒരു ഗസ്റ്റായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോഴും പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അൻഫിബയായിട്ട് തന്നെയായിരിക്കും നമ്മുടെ ജിൻഡോ കൂടുതൽ സംസാരിക്കുകയും അവർ തമ്മിൽ തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ജിൻഡോയ്ക്കൊരു കൂട്ട് അൻഫിബ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ.